നമസ്കാരം. കഥാമൃഗത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഭദ്രകാളി ദേവിയുടെ ജനനവും ദാരിക ദാനവേന്ദ്രന്മാർ തമ്മിലുള്ള യുദ്ധവും സംബന്ധിച്ചിട്ടുള്ള കഥ കേൾക്കാം. പണ്ട് പാലാഴി മദനത്തിന് ശേഷം അമൃത് ലഭിച്ചതിനെ തുടർന്ന് ദേവന്മാർ അമരന്മാരായി തീർന്നു. എന്നാൽ അസുരകുലത്തിൽ ചിലർക്കൊഴിച്ചാൽ മറ്റു ചിലർക്ക് ഈ അമൃത് ലഭിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ദേവന്മാർ അസുരന്മാരുമായിട്ട് ഘോരമായിട്ടുള്ള യുദ്ധത്തിന് ഇറങ്ങിപ്പുറപ്പെട്ടു. അതേ തുടർന്ന് എല്ലാ അസുരന്മാരെയും ദേവന്മാർ നിഗ്രഹിക്കുകയാണ് ഉണ്ടായത്. അതിൽ ദാനമതി, ദാരുമതി എന്നു പേരായിട്ടുള്ള 2 സ്ത്രീകൾ മാത്രം ശേഷിച്ചു. അവരിരുവരും ബ്രഹ്മദേവനെ തപസ് ചെയ്തിട്ട് തങ്ങൾക്ക് തങ്ങളുടെ വംശം നിലനിർത്താനായിട്ട് പുത്രന്മാരെ വേണം എന്നാവശ്യപ്പെട്ടു. അങ്ങനെ ബ്രഹ്മദേവന്റെ അനുഗ്രഹത്താൽ ദാനമതിക്ക് ദാനവേന്ദ്രനും ദാരുമതിക്ക് ദാരുകനും പുത്രന്മാരായി ജനിച്ചു. അങ്ങനെ ഈ കുട്ടികൾ വളർന്നു വരുന്ന മുറയ്ക്ക് ഇവരുടെ അമ്മമാരിൽ നിന്ന് മനസ്സിലാക്കുകയാണ് തങ്ങളുടെ പിതാമഹന്മാരുടെ മരണത്തിന് കാരണം ദേവന്മാരാണ്. ഇതിനെ തുടർന്ന് ദേവകുലത്തെ എല്ലാവരെയും നശിപ്പിക്കാനായിട്ട് ദാരികൻ ബ്രഹ്മദേവനെ തപസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ബ്രഹ്മദേവൻ ദാരികന് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ ദാരികൻ ബ്രഹ്മദേവനോട് ആദ്യം തന്നെ അമരത്വപരമായിട്ട് വേണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ അതിനു പകരം ബ്രഹ്മദേവൻ മറ്റൊരു വരം കൊടുത്തു. അതെന്താണെന്ന് വെച്ചാൽ ഇരുമ്പ് മുതലായിട്ടുള്ള ലോഹങ്ങൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള യാതൊരു ആയുധത്താലും ലോകത്തിലുള്ള ഒരു പുരുഷനും ദാരികനെ വധിക്കാൻ സാധിക്കില്ല എന്നുള്ളത്. മാത്രവുമല്ല, ഈ ആയുധങ്ങൾ കൊണ്ട് എന്തെങ്കിലും മുറിവുകൾ ദാരികന്റെ ദേഹത്ത് പറ്റിയാൽ ആ മുറിവിൽ നിന്ന് ഉതിർന്നു വീഴുന്ന ഓരോ തുള്ളി ചോരയിൽ നിന്നും 10 ദാരികന്മാർ വീതം ഉണ്ടാകും എന്നും ബ്രഹ്മദേവൻ വരം കൊടുത്തു. ശേഷം ഒരു ബ്രഹ്മദണ്ഡും ദാരികന് ആയുധമായിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ബ്രഹ്മദേവന്റെ വരബലത്താൽ അഹങ്കാരിയായി തീർന്ന ദാരികൻ ബ്രഹ്മദേവനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ ബ്രഹ്മദേവൻ ദാരികനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, പുരുഷന്മാരെ കൊണ്ട് മാത്രമേ നിന്നെ മരണം സാധിക്കാതെയുള്ളൂ, ഒരു സ്ത്രീക്ക് എന്തായാലും നിന്നെ വധിക്കാൻ സാധിക്കുമെന്ന്. അപ്പോൾ ദാരികൻ പറഞ്ഞ മറുപടി, കണ്ഠത്തിൽ എല്ലില്ലാത്ത വിഡ്ഢിയായിട്ടുള്ള ഈ സ്ത്രീകളെ എനിക്ക് ഭയമില്ല, ഇവരെ കൊണ്ട് എന്നെ വധിക്കാൻ സാധിക്കില്ല എന്ന്. അങ്ങനെ ദാരികൻ ഭൂലോകത്തെത്തി അദ്ദേഹത്തിൻ്റെ ആക്രമണങ്ങളൊക്കെ തുടരുകയാണ്. കുറേ നാൾ കഴിഞ്ഞിട്ട് ദേവന്മാരെയും ഇദ്ദേഹം ആക്രമിക്കാനെത്തുകയാണ്. ആ സമയത്ത് ബ്രഹ്മദേവൻ തൻ്റെ ശക്തി കൊണ്ട് ബ്രാഹ്മണിയെയും, വിഷ്ണുദേവൻ തൻ്റെ ശക്തി കൊണ്ട് വൈഷ്ണവിയെയും, മഹാദേവൻ തൻ്റെ ശക്തി കൊണ്ട് മാഹേശ്വരിയെയും ഉണ്ടാക്കിയിട്ട് ദാരികനുമായിട്ട് യുദ്ധത്തിന് പറഞ്ഞയച്ചു. എന്നാൽ ഇവരെല്ലാവരും ദാരികൻ്റെ ഈ തപശക്തി കൊണ്ടുള്ള വരം കൊണ്ട് തോറ്റു പിന്മാറുകയാണ് ചെയ്തത്. അവസാനം ദേവന്മാരെല്ലാവരും കൂടി ആദിപരാശക്തിയെ അഭയം പ്രാപിക്കുകയാണ്. അങ്ങനെ ദേവി മഹാദേവന്റെ പുത്രിയായിട്ട് ഭദ്രകാളി രൂപത്തിൽ അവതാരമെടുക്കുകയാണ്. അങ്ങനെ ദേവി ദാരികനുമായിട്ട് ഘോര യുദ്ധത്തിൽ ഏർപ്പെടുകയാണ്. ഈ സമയത്ത് എന്തൊക്കെ ചെയ്തിട്ടും ദാരികനെ വധിക്കാൻ സാധിക്കുന്നില്ല. ദാരികന്റെ മേത്ത് നിന്ന് ഉതിർന്നു വീഴുന്ന ഓരോ തുള്ളി ചോരയിൽ നിന്നും 10 ദാരികന്മാർ വീണ്ടും ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതെല്ലാം കാരണം ദേവി അദ്ദേഹത്തെ തോൽപ്പിക്കാനായിട്ട് നന്നേ ബുദ്ധിമുട്ടാണ്. ഇതേ സമയം ഇദ്ദേഹത്തിൻ്റെ ഈ ശക്തിയുടെ പിന്നിൽ ബ്രഹ്മദേവൻ പണ്ട് ഇദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുത്ത ദിവ്യങ്ങളായിട്ടുള്ള മന്ത്രങ്ങളാണ് എന്ന് മനസ്സിലാക്കിയ ദേവി തൻ്റെ കിങ്കരന്മാരിൽ ഒരാളെ ദാരികൻ്റെ ഭവനത്തിലേക്ക് പറഞ്ഞയക്കുകയാണ്. അതേസമയം ദാരികൻ ഇറങ്ങുന്നതിന് മുമ്പ് ദാരികൻ്റെ ഭാര്യയ്ക്ക് അതിരഹസ്യമായിട്ടുള്ള ഈ മന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്തിരുന്നു. കാരണം താനെങ്ങാനും അബദ്ധവശാൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാവുന്ന തലമുറകൾക്ക് ഈ മന്ത്രം പറഞ്ഞു കൊടുക്കാനായിട്ട്. ഭദ്രകാളി ദേവിയുടെ കിങ്കരന്മാർ ഈ വേദമന്ത്രങ്ങൾ അഭ്യസിച്ച് തിരിച്ചെത്തി ദേവിക്ക് ഉപദേശിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് ദേവി ദാരികന്റെ ശിരസ് ഛേദിക്കുകയാണ്. ഇതേ സമയം ദാരികന്റെ ശിരച്ഛേദത്തിന് ശേഷം വീഴുന്ന ഓരോ തുള്ളി ചോരയും ദേവിയുടെ വാഹനമായിട്ടുള്ള വേതാളം നക്കി തുടച്ചെടുക്കുകയാണ്. അങ്ങനെ ദാരികനെ കീഴ്പ്പെടുത്തി തിരിച്ചു വരുന്ന ദേവിയെയും പരിവാരങ്ങളെയും കണ്ടിട്ട് ദാരികന്റെ ഭാര്യയ്ക്ക് അതിയായിട്ടുള്ള ദുഃഖമുണ്ടാവുകയാണ്. കാരണം തന്നെ ചതിച്ച് തന്നിൽ നിന്നും കൈപ്പറ്റിയ മന്ത്രങ്ങൾ കൊണ്ടാണല്ലോ ദേവി ഈ വിജയം കൈവരിച്ചത് എന്നുള്ള ദുഃഖം. അങ്ങനെ ദാരികന്റെ ഭാര്യ മഹാദേവന്റെ അടുത്തെത്തിയിട്ട് അദ്ദേഹത്തോട് തനിക്കുണ്ടായിട്ടുള്ള ഈ ചതിയിൽ നിന്നും തന്നെ മോചിപ്പിക്കാനായിട്ട് തനിക്കൊരു ആയുധം വേണം എന്ന് അപേക്ഷിക്കുകയാണ്. ആ സമയം ആദ്യം ലോകരക്ഷാർത്ഥമാണ് ദേവി ഈ പ്രവർത്തികളൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ദാരികന്റെ ഭാര്യയുടെ അപേക്ഷകൾ മഹാദേവൻ തള്ളിയെങ്കിലും പിന്നീട് മഹാദേവന് തന്നെ ചെറിയൊരു കുറ്റബോധം ഉണ്ടാവുകയാണ്. കാരണം ദേവി ഇപ്രകാരം മന്ത്രോപദേശം രഹസ്യമായിട്ട് തേടിയില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ദാരികൻ അജയനായിട്ട് നിന്നേനെ എന്ന്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ടായിട്ടുള്ള വിയർപ്പിൻ കളങ്ങൾ ഒരു ചെറിയ പാത്രത്തിലാക്കിയിട്ട് ദാരികൻ്റെ ഭാര്യയുടെ കൈവശം ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് നിനക്ക് ആരോട് ദേഷ്യം തോന്നുന്നോ അവരുടെ ദേഹത്തേക്ക് ഈ വിയർപ്പിൻ തുള്ളികൾ തളിച്ചുകൊള്ളൂ എന്ന് ദാരികൻ്റെ ഭാര്യയോട് പറയാണ്.
അങ്ങനെ ദാരികൻ്റെ ഭാര്യ കൈലാസത്തിൽ നിന്നും മടങ്ങുന്ന സമയത്ത് ആദ്യം തന്നെ കാണുന്നത് ദാരിക വധത്തിന് ശേഷം വാദ്യഘോഷങ്ങളോടെ എത്തുന്ന ഭദ്രകാളി ദേവിയെയും കൂട്ടരെയുമാണ്. ഇത് കണ്ടിട്ട് ദേവിയുടെ അതിയായിട്ടുള്ള ക്രോധം തോന്നിയിട്ടുള്ള ദാരികൻ്റെ ഭാര്യ ഈ വിയർപ്പിൻ കണങ്ങൾ ആദ്യം തന്നെ ദേവിയുടെ ദേഹത്തേക്ക് എറിയാണ്. ആ സമയത്ത് ദേവിയുടെ ദേഹമാസകലം വസൂരിക്കുരുക്കൾ പൊങ്ങുകയും ദേവി അങ്ങേയറ്റം അവശയായി തീരുകയും ചെയ്തു. അതേസമയം തൻ്റെ മകൾക്ക് ഇങ്ങനൊരു ഹാനി സംഭവിച്ചു എന്നറിഞ്ഞിട്ടുള്ള മഹാദേവൻ തൻ്റെ ജടയിൽ നിന്ന് കണ്ഠാകർണന് ജന്മം നൽകുകയും അദ്ദേഹം ദേവിയുടെ ദേഹമാസകലം നക്കിക്കൊണ്ട് ഈ വസൂരിക്കുരുക്കളെല്ലാം ശമിപ്പിക്കുകയും ചെയ്തു. എന്നാൽ തൻ്റെ മുഖത്ത് നക്കാൻ എത്തിയിട്ടുള്ള ഖണ്ഡാകർണനെ സഹോദരനായതുകൊണ്ട് അപ്രകാരം ചെയ്യുന്നത് അധർമ്മമാണ് എന്ന് പറഞ്ഞിട്ട് ദേവി ഒഴിവാക്കുകയാണ്. ശേഷം ദാരികൻ്റെ ഭാര്യയുടെ 2 കൈകളും കാലുകളും കണ്ണും ചെവിയും എല്ലാം പിഴുതെറിഞ്ഞിട്ട് മൂക്ക് മാത്രം അവശേഷിക്കുന്ന ഒരു ഉടലുമായിട്ട് തന്നോടൊപ്പം ചേർന്ന് കൊള്ളാൻ ഭദ്രകാളി ദേവി പറയുകയാണ്. അങ്ങനെയാണ് വസൂരി ദേവിയുടെ ഭൂതഗണങ്ങളിൽ ഒരാളായി മാറുന്നത്. അതുകൊണ്ടാണ് വസൂരി വരുന്നവരെ പ്രീതിപ്പെടുത്താനായിട്ട് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമൊക്കെ ഭദ്രകാളി തീയാട്ട്, മുടിയേറ്റ് തുടങ്ങിയിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ നടത്തുന്നത്. അപ്പോൾ കഥാമൃതത്തിൻ്റെ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും ഇതുപോലുള്ള കഥകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.